നമുക്കറിയാം ആഗോള അയ്യപ്പ സംഘം വിളിച്ച സമയമുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഈ സ്വർണ്ണക്കൊള്ള കേസും അതുമായിട്ട് ബന്ധമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഘം വിളിച്ച ആരാണ്? വിശ്വാസികളല്ലാത്ത ഇടതുപക്ഷ സർക്കാർ. പോരാത്തതിന് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ട് വരും. കാരണം ദേവസ്വം ബോർഡ്, ഈ ഹിന്ദുക്കളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 1949 തിരുവിതാംകൂർ കൊച്ചി രൂപീകരിച്ചു. ഭാരത യൂണിയനിലേക്ക് ഈ എല്ലാ നാട്ടുരാജ്യങ്ങളും ചേരുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ശ്രീ VP സിംഗ് എന്നുള്ള കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അന്നത്തെ മഹാരാജാക്കന്മാർ സംസാരിച്ചിട്ടാണ് ഇതിനുള്ള നടപടി ചെയ്തതെങ്കിൽ അദ്ദേഹം കേരളത്തിലും വന്നു. അന്ന് ഇവിടെ ചിത്തൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും സംസാരിച്ചു. അങ്ങനെ അവസാനം തിരുക്കൊച്ചി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ തിരുക്കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചയിൽ തിരുവിതാംകൂർ മഹാരാജാവ്, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അറിയാം, പ്രത്യേക തിരുവനന്തപുരത്തവർക്ക് അറിയാം, ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ എത്രത്തോളം ശ്രദ്ധയായിരുന്നു നമ്മുടെ രാജാക്കന്മാര് കാണിച്ചെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്കൊന്നും വേണ്ട, എനിക്ക് പ്രിവി പേഴ്സൺ വേണ്ട, ഒരു ആനുകൂല്യം വേണ്ട, എനിക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആ കുടുംബത്തിന് വിട്ടു തരണം. രണ്ട്, ഈ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള ക്ഷേത്രങ്ങളുടെ ആരാധനാക്രമം അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നതിനുള്ള സംവിധാനം ഇന്ന് നിലവിലില്ല. കാരണം നിർദ്ധനായ ഹിന്ദു, മാത്രമല്ല നിർദ്ധനരെക്കാട്ടി കൂടുതൽ സംഘടിതമാണ്, അസംഘടിതമായ ഹിന്ദു ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ അവർ അശക്തനാണെന്ന് കരുതുന്നതുകൊണ്ട് അത് സംവിധാനം സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഈ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ പരിരക്ഷിക്കണം. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടിക്കപ്പെടുന്നത്.